KRCTC ആപ്പ് വഴി തൽക്കാൽ ടിക്കറ്റ് എങ്ങനെ ഈസി ആയിട്ട് എടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മിക്കവർക്കും അറിയാവുന്നതാണെങ്കിലും ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഹോം പേജിൽ കാണുന്ന അക്കൗണ്ടിലോട്ട് പോവുക. അക്കൗണ്ടിൽ മൈ അക്കൗണ്ട് എടുക്കുക. അതിൽ മാസ്റ്റർ ലിസ്റ്റ് എടുക്കുക. പാസ്വേഡ് ഡീറ്റെയിൽ ആഡ് ചെയ്യുക. പാസ്വേഡ് ഡീറ്റെയിൽ ആഡ് ചെയ്യുമ്പോൾ സീറ്റ് പ്രിഫറൻസ്, ശേഷം ഫുഡ് പ്രിഫറൻസ് ഇന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഹോം പേജിൽ പോവുക. ട്രെയിൻ എടുക്കുക. ബുക്ക് ടിക്കറ്റ് കൊടുക്കുക. ട്രെയിനിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. ഏത് ട്രെയിനാണോ പോകേണ്ടത് ആ ട്രെയിൻ സെലക്ട് ചെയ്യുക. ഏത് ഡേറ്റിലാണോ, ഇപ്പോൾ തൽക്കാലം അടുത്ത ദിവസം 24 മണിക്ക് മുമ്പ്, നമ്മൾ നാളെ പോകുന്നെങ്കിൽ 24 hours മുമ്പ്, ഒരു ദിവസം മുന്നേ വേണം ചെയ്യാൻ. അപ്പോൾ നാളെ പോകുന്നെങ്കിൽ നാളത്തെ ദിവസത്തെ ഡേറ്റ് അടിച്ചു കൊടുക്കുക. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പാസഞ്ചർ ഡീറ്റെയിൽ വരും. അത് നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽ സെലക്ട് പാസഞ്ചർ എടുക്കുക. കാരണം മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മാസ്റ്റർ ലിസ്റ്റ് അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈസിയായി റിവ്യൂ ജേർണി ഡീറ്റെയിൽ കൊടുക്കുക. അതവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഈ പാസഞ്ചർ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ എത്ര പേർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ഇപ്പോൾ ഒരാളുടെ ആണെങ്കിൽ ഒരാളുടെ എടുത്താൽ മതി. 2 പേരുണ്ടെങ്കിൽ 2 പേരുടെ സെലക്ട് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം മുന്നേ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ 2 മണിക്കൂർ മുമ്പേ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് ബുക്കിംഗ് തുടങ്ങാവുള്ളൂ. അപ്പോൾ ഞാൻ 2 പേരെ സെലക്ട് ചെയ്തു. ഒരാളെ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. 2 പേരുടെ മതിയായിരുന്നു. എന്നിട്ട് റിവ്യൂ ജേർണി ഡീറ്റെയിൽ എന്നുള്ളതാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ബുക്ക് ടിക്കറ്റ് എന്ന് വന്നു. അപ്പോഴത്തേക്കും പാസ്വേഡ് ഡീറ്റെയിൽ വന്നു. ക്യാപ്ച അടിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ക്യാപ്ച അടിച്ചു കൊടുക്കുക. ക്യാപ്ച അടിച്ചു കൊടുത്ത ശേഷം പ്രൊസീഡ് ടു പേ അതും കൂടെ കൊടുക്കുക. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അത് ഇസ് കൊടുക്കുക. വാലറ്റിലേക്ക് പോവുക. ഇപ്പോൾ ഇതിൻ്റെ മൂബിക്വിക്കാണ് തന്നിരിക്കുന്നത്. മൂബിക്വിക്ക് വാലറ്റ് സെലക്ട് ചെയ്യുക. അവിടുന്ന് ക്യാഷ് പ്രൊസീഡ് ടു പേ കൊടുക്കുക. പ്രൊസീഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.